കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. നിലവിൽ മാനസി കാപ്പന്റെ പാർട്ടി NCK ആണ് ഇവിടെ മത്സരിച്ചത്. ബേപ്പൂർ സീറ്റ് PB അൻവറിന് നൽകുമ്പോൾ എലത്തൂർ തിരിച്ചെടുക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. നിജേഷ് അരവിന്ദ്, വിദ്യാ ബാലകൃഷ്ണൻ, ദിനേശ് മണി, സനോജ് കുരുവട്ടൂർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38,503 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ വിജയിച്ച മണ്ഡലമാണ് എലത്തൂർ. LDFിന് നല്ല മേൽക്കൈയുള്ള UDFിൽ ഘടകകക്ഷികൾ മാത്രം മത്സരിക്കുന്ന ഒരു മണ്ഡലം ഏറ്റെടുക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ്. 2011 മണ്ഡലം രൂപീകരിച്ചതു മുതൽ LDFിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത സീറ്റാണ് എലത്തൂർ. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFിനും മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി. ആകെയുള്ള 6 പഞ്ചായത്തിൽ 4ലും UDFിന് ഭരണം ലഭിച്ചു. 60 വർഷത്തിലധികമായി LDF ഭരിക്കുന്ന കുരുവട്ടൂരിൽ ഉൾപ്പെടെ UDFിന് ഭരണം പിടിക്കാനായി. എലത്തൂർ മേഖലയിലെ 6 കോർപ്പറേഷൻ വാർഡുകളിൽ 5ഉം കക്കോടി, ചേളന്നൂർ പഞ്ചായത്തുകളും മാത്രമാണ് LDFിന് കിട്ടിയത്. മികച്ച സ്ഥാനാർത്ഥി ഇറക്കി കോൺഗ്രസ് തന്നെ മത്സരിച്ചാൽ എലത്തൂരിൽ വിജയം അസാധ്യമല്ലെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് സീറ്റ് ഘടകകക്ഷിയിൽ ഏറ്റെടുക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറിയും മാധ്യമ ചർച്ചകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന നിജേഷ് അരവിന്ദാണ് സീറ്റിൽ പരിഗണിക്കപ്പെടുന്നവരിൽ പ്രധാനി. KPCC ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് ദിനേശ് മണി എന്നിവരുടെ പേരുകളും ചർച്ചയിലുണ്ട്. മണ്ഡലത്തിൽ നിന്നുള്ള KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സനോജ് കുരുവട്ടൂരിന്റെ പേര് KSU സംസ്ഥാന നേതൃത്വവും പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. വിജയസാധ്യത മുൻനിർത്തിയാകും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക. എലത്തൂരിൽ തവണ LDFിന് ഈസി വാക്ക് ഓവർ ആവില്ല എന്ന സന്ദേശമാണ് സീറ്റ് ഏറ്റെടുക്കുന്നതിലൂടെ കോൺഗ്രസ് നൽകുന്നത്. മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.